ഇതിന് അത് മനസ്സിലായി. നമ്മളൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം. നമ്മൾ LGBT കൂടെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ല, ഈ രണ്ട് സ്റ്റാൻഡുകൾ ഇതിൽ ഒരു സ്റ്റാൻഡ് നിൽക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. മനസ്സിലായി. ഇതെന്ന് വെച്ചാൽ ഒരു ടീമിനെ നമ്മൾ ഹേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ടീമിനെ ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, എന്താണ് സ്റ്റാൻഡ് എന്നുള്ളതാണ്. മനസ്സിലാവും. ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളല്ല. അതെ. അപ്പോൾ അയാളെ നിലപാട് വ്യക്തമാക്കണം. അതുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ടാൽ ഇപ്പം എന്താ പ്രശ്നം, അവർ മോശക്കാരാണെന്ന് അവർ അങ്ങനെ എന്താ പറയുക ഇതെന്ന് ഉണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ഇറക്കി വിടാം. അങ്ങനെ ചെയ്തില്ലല്ലോ. അവിടെ സ്വീകരിച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് തന്നെ വിട്ടത്. ഓക്കെ. ചില ആൾക്കാർ LGBT സപ്പോർട്ട് ചെയ്യുന്നില്ല, ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ജീവിക്കട്ടെ. അവർ പോയി ചാവാൻ പറയാൻ നമ്മളാളല്ല. മനസ്സിലാവും. നമ്മളെന്തായാലും LGBT സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ. ഒന്ന് വിചാരിച്ചാൽ LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആരും നമ്മൾ അടുപ്പിക്കൂല, അങ്ങനെയല്ല. ആ ഒരു ആശയം നമുക്ക് അത്ര ദഹിക്കുന്ന സംഭവമല്ല. അത്രേ ഉള്ളൂ. ഓക്കെ. അതായത് ഈ ഗേ ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്തോ ഇങ്ങനെ ഒരാളെ ഇതല്ലടാ, ഒരാളെ കാഴ്ചപ്പാടല്ല. മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ മുസ്ലിമാണ്, റാംബോ ഹിന്ദുവാണ്, റാംബോ ഇരിക്കുന്നത്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇത് കാണുന്നുള്ളൂ. മനസ്സിലാവും. എന്ന് വെച്ചിട്ട് ഇവരോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. മനസ്സിലാവും. ഇവർ ജീവിക്കട്ടെ, വാട്ടവർ. പക്ഷെ നമുക്ക് അതിനോട് ഇതില്ല, യോജിപ്പില്ല. അത്രേ ഉള്ളൂ. ഫൈസൽക്കാർക്ക് അവരോട് യോജിപ്പില്ല. അയാളെ നിലപാട് അയാളെ വ്യക്തമാക്കി. അതിലെന്താ പ്രശ്നം? വി ഡോണ്ട് സപ്പോർട്ട് LGBT. പക്ഷെ അവരോട് ഹേറ്റ് നമുക്കില്ല. അത്രേ ഉള്ളൂ. വാട്ടവർ ജീവിക്കട്ടെ. എനിവേസ്